Hi friends, welcome to my YouTube channel H Media. ത്രീ സ്മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിൻ്റെ 89th ലെസനാണിത്. ഈ ലെസണിലൂടെ F2 Max എന്നൊരു സ്ക്രിപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 3D മോഡലിംഗ് ചെയ്യുമ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്നോ ഒരു എഡ്ജിൽ നിന്നോ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ക്രിപ്റ്റാണിത്. 3D മോഡലിംഗ് വർക്ക് ഫ്ലോ ഫാസ്റ്റ് ആക്കുവാൻ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം, എങ്ങനെ ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ബട്ടനായും ഹോട്ട് കീ എഡിറ്ററിൽ കീ സെറ്റ് ചെയ്തുകൊണ്ട് ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ടും ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ കാണാം ഈ ഒരു ഒബ്ജക്റ്റിലെ ഇത്രയും പോളിഗൺസ് ഇവിടെ ഡിലേറ്റഡ് ആണ്. നമുക്ക് ആദ്യം ഇതിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് ട്രൈ ചെയ്യാം. ഞാനൊരു കോർണറിൽ വെർട്ടെക്സ് സെലക്ട് ചെയ്യുകയാണ്. മൗസ് പോയിന്റർ ഈ ഒരു ഡയറക്ഷനിലാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി കീബോർഡിൽ ഞാൻ ഹോട്ട് കീ എഡിറ്ററിൽ സെറ്റ് ചെയ്തിട്ടുള്ള കീ ഞാനിവിടെ പ്രസ് ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഈ ഒരു കോഡ്സ് ഇവിടെ ക്രിയേറ്റ് ആവുന്നതായി നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതുപോലെ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ കോഡ്സിനെ ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അൺഡു പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ മൗസ് പോയിന്റർ ഈ ഒരു പൊസിഷനിൽ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ ഇതുപോലെയാണ് നമുക്കിവിടെ ലഭിക്കുക. അടുത്തായി ഈ ഒരു ഒബ്ജക്റ്റിൽ ഈ ഒരു ടോപ്പ് പോർഷനിൽ ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എഡ്ജ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. ഞാൻ ഈ ഒരു എഡ്ജാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. വളരെ ഫാസ്റ്റായി തന്നെ നമ്മൾ ഈ ഒരു എഡ്ജ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു കോഡ്സും ഇവിടെ ഫില്ല് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ ഏതൊരു ഡയറക്ഷനിലേക്കും വെർട്ടെക്സോ എഡ്ജോ സെലക്ട് ചെയ്തുകൊണ്ട് കോഡ്സിനെ ഫില്ല് ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോഡലിംഗ് വർക്ക് ഫ്ലോ ഒരുപാട് ഫാസ്റ്റ് ആക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങളുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത സ്ക്രിപ്റ്റിന്റെ ഫോൾഡറാണ് ഈ കാണുന്നത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി പോളിഹാർട്സ് സ്ക്രിപ്റ്റ്സ് എന്ന ഈ ഒരു ഫോൾഡർ സെലക്ട് ചെയ്തുകൊണ്ട് കോപ്പി ചെയ്യാം. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി നമ്മൾ ഏത് വെർഷനിലേക്കാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെങ്കിൽ ആ 3D Maxന്റെ ഐക്കണിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ഫയൽ ലൊക്കേഷൻ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോൾഡറിൽ നിന്ന് സ്ക്രിപ്റ്റ് എന്ന ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യാം. ഇനി ഈ ഒരു ഫോൾഡറിലേക്കാണ് നമ്മൾ കോപ്പി ചെയ്ത F2 Maxന്റെ സ്ക്രിപ്റ്റ് ഫോൾഡർ പേസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു സ്ക്രിപ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മളിത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ 3D Max ക്ലോസ് ആയിരിക്കേണ്ടതാണ്. നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഈ ഒരു ഫോൾഡറിൽ നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മുടെ 3D Max നമുക്ക് ഓപ്പൺ ചെയ്യാം. നമ്മുടെ 3D Max ഓപ്പൺ ആയിരിക്കുകയാണ്. ഇനി ഇതിൽ F2 Max എന്ന ഒരു മാക്രോ ഫയൽ നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഫയലിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് നമ്മൾ 3D Max വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഒരു സ്ക്രിപ്റ്റിന് ഒരു ഷോർട്ട് കീ സെറ്റ് ചെയ്യുന്നതിനായി നമുക്ക് കസ്റ്റമൈസിൽ ഹോട്ട് കീ എഡിറ്റർ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഈ ഒരു ആക്ഷൻസിൽ F2 എന്ന് സെർച്ച് ചെയ്താൽ നമുക്കിവിടെ ഈ ഒരു സ്ക്രിപ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. നമുക്കിത് സെലക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഹോട്ട് കീസ് എന്ന ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഏത് കീ ആണ് ഇതിൽ അസൈൻ ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കീ ടൈപ്പ് ചെയ്തുകൊണ്ട് അസൈൻ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു കീ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇതിൽ Ctrl+6 എന്ന കീ ആണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു അസൈനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു കീ നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റിലേക്ക് അസൈൻ ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ ഒരു കീ ഇതിൽ അസൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ഒരു സ്ക്രിപ്റ്റ് ഈ ഒരു ഷോർട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.